അതുപോലെ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പാരിതോഷികം നൽകുക, മദ്യവും അതുപോലെ വാഹനവും പിടികൂടിയാൽ ആ ഉദ്യോഗസ്ഥന്മാർക്ക് അതിന്റെ 25%, അതിന്റെ വിലയുടെ 25% നൽകുന്നതോടെ നിയമം കൊണ്ടുവന്നിരുന്നുവെങ്കിൽ പോലും അതിനാവശ്യമായ നിയമ ഭേദഗതി വരുത്തി അത് ഏറ്റവും പെട്ടെന്ന് ഉദ്യോഗസ്ഥന്മാരുടെ കൈകളിലെത്തുന്ന തരത്തിലുള്ള നിയമ ഭേദഗതി കൊണ്ടുവന്നത് ഈ ഗവൺമെന്റാണ്, ഈ മന്ത്രിയാണ്. അത് ഇത്തരത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. അതുപോലെ ഈ ഗവൺമെന്റ് ഈ പേയ്മെന്റ് സംവിധാനം ആവിഷ്കരിച്ചു. ലൈസൻസുകൾക്ക് വേണ്ടിയായാലും ശരി, മറ്റ് ഈ ദൈനംദിനം ഈ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുന്നവർക്ക് അവരുടെ ഫീസ് മറ്റു കാര്യങ്ങൾ അടയ്ക്കുന്നതിന് ഈ പേയ്മെന്റ് സംവിധാനം നിലവിൽ വന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിൽ മാറ്റങ്ങൾ വരുത്തുക. നിരവധി കാര്യങ്ങൾ. പുതിയ ഓഫീസുകൾ, എരുമേലിയിൽ പുതിയ എക്സൈസ് റേഞ്ച് ഓഫീസ്, അട്ടപ്പാടിയിൽ പുതിയ എക്സൈസ് ഓഫീസ് വരുന്നു, പുതിയ സ്കൂൾ വരും. അതിന്റെ വിശ്വാസങ്ങളൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഇവിടെ പറയും. അങ്ങനെ നിരവധി പരിഷ്കാരങ്ങളും പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം ഈ വകുപ്പിനെ നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ സമ്മേളനം എറണാകുളത്ത് വെച്ച് നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ തട്ടകത്തിൽ വെച്ച് നടക്കുമ്പോൾ അതിൻ്റെതായ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ വകുപ്പിനെ നവീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് നടത്തുന്ന ശ്രമം. അതേപോലെ മറ്റൊരു കാര്യം, ഡ്യൂട്ടിക്കിടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മരിച്ച് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയാൽ അവർക്ക് ദിവസങ്ങൾക്കകം അടുത്ത ക്യാബിനറ്റിൽ വെച്ച് തന്നെ അദ്ദേഹം ആ കാര്യം 5 ലക്ഷം രൂപ അനുവദിച്ച് നൽകുന്നത് ഒരു കൃത്യമായി അദ്ദേഹം ചെയ്തു വരുന്നൊരു കാര്യമാണ്. നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടിക്കിടെ മരണപ്പെട്ടു പോയാൽ അതിന് അദ്ദേഹത്തിന്റെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് അവർക്ക് ധനസഹായം നൽകുന്ന ഒരു സമ്പ്രദായം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കൃത്യമായി അത് ഒരാഴ്ചക്കകം അനുവദിച്ച് നൽകുന്ന തരത്തിലുള്ള ഒരു നടപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട്. അദ്ദേഹത്തിനോട് അക്കാര്യത്തിൽ നമുക്ക് വളരെയധികം നന്ദിയുണ്ട്, കടപ്പാട്. അതേപോലെ നമ്മുടെ നിങ്ങൾക്കറിയാം, കരിയിലപ്പുറത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയ സുഹൃത്ത് ജയകുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ജയകുമാറിന്റെ ചികിത്സാ സഹായം അദ്ദേഹം ഈ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ 5 ലക്ഷം രൂപ ഉടൻ അനുവദിച്ചു നൽകി. അദ്ദേഹം റിട്ടയർ ചെയ്തെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളിലും അദ്ദേഹം വളരെ ശ്രദ്ധാലുവാണ്. ആ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തരാമെന്നും ഏറ്റിട്ടുണ്ട്. മറ്റ് ചികിത്സാ സഹായവും അദ്ദേഹം പരിശോധിക്കാമെന്ന് ഏറ്റിരിക്കുകയാണ്. ഇപ്പൊ പുതുതായി നമ്മൾ പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ ഓഫീസ്, നമ്മുടെ ക്രൈം ബ്രാഞ്ച് എന്ന ആശയം അദ്ദേഹം അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എക്സൈസിൽ നിരവധി മേജർ കേസുകൾ അന്വേഷണത്തിനായി എത്തിയിട്ടുണ്ട്. സ്പിരിറ്റ് ഉൾപ്പെട്ട കേസുകൾ, വാഹനങ്ങൾ ഉൾപ്പെട്ട കേസുകൾ, അതേപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ ബന്ധമുള്ള കേസുകൾ, അന്തർ സംസ്ഥാന ബന്ധമുള്ള കേസുകൾ, അതുപോലെ മൊബൈൽ ട്രാക്കിംഗ് എന്ന സംസ്ഥാനങ്ങൾ വേണ്ട കേസുകൾ, അങ്ങനെ നിരവധി മേജർ കേസുകൾ നമ്മുടെ വകുപ്പിൽ പറ്റിയിട്ടുണ്ട്. അതിന് സീനിയർ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടുന്ന സംഘങ്ങൾക്ക് മാത്രമേ അത്തരത്തിലുള്ള കേസുകളുടെ അന്വേഷണം ഫലപ്രദമായി കൊണ്ടുപോകാൻ കഴിയൂ എന്ന് നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ബഹുമാനപ്പെട്ട മന്ത്രിക്കും എക്സൈസ് കമ്മീഷനും പറയും. അതിന് വേണ്ടി ഒരു ക്രൈം ബ്രാഞ്ച് ഇന്ന് ഉടൻ തന്നെ നമ്മുടെ വകുപ്പിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിച്ചു വരികയാണ്. അതിന്റെ നടപടികൾ അദ്ദേഹം ഉടനെ തന്നെ പൂർത്തിയാകും എന്ന് പ്രത്യാശിക്കുകയാണ്, നമ്മുടെ ആവശ്യമായി ഉന്നയിക്കുകയാണ്. അതുപോലെ ജില്ലയിൽ അവയർനെസ് വീക്ക്, ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഒരു അവയർനെസ് വീക്ക് ഉണ്ട്, ഒരു ജോയിന്റ് എക്സൈസ് കമ്മീഷന്റെ നേതൃത്വത്തിൽ. അത് നാമമാത്രമായ അംഗങ്ങൾ മാത്രമുള്ള ഒരു വിങ്ങാണ് അത് ഫലപ്രദമായി കൊണ്ടുപോകുന്നതിന് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. ജില്ലാ തലങ്ങളിൽ അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് ഇത് പര്യാപ്തമല്ല. പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് ജില്ലയിൽ അവയർനെസ് വിങ് നിലവിൽ വന്നാൽ മാത്രമേ ഈ അവയർനെസ് പ്രോഗ്രാം നമുക്ക് ഫലപ്രദമായി കൊണ്ടുപോകുവാനും ഇത് സമൂഹത്തിന്റെ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതിനുവേണ്ടിയുള്ള അവയർനെസ് വിങ്ങിന് വേണ്ടി അസോസിയേഷൻ അദ്ദേഹത്തോട് സമീപിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം അനുഭാവപൂർവ്വം പരിഗണിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഒരു അവയർനെസ് വിങ് ജില്ലാ തലങ്ങളിൽ തുടങ്ങുന്നതിനുള്ള പ്രഖ്യാപനം ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് നടത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഹോളോഗ്രാം സ്റ്റിക്കർ, അതിന് സുരക്ഷാ ലേബലുകൾ, ഇന്ന് അത് കൈകാര്യം ചെയ്യുന്നത് KSPC ആണ്. CDP പ്രിന്റ് ചെയ്ത് അത് KSPC കൈകാര്യം ചെയ്യണം. എക്സൈസ് കമ്മീഷന്റെ ഒപ്പോടുകൂടിയ ഈ സുരക്ഷാ ലേബലുകൾ
ഇന്ന് കൈകാര്യം ചെയ്യുന്നത് വെയർ ഹൗസുകളിൽ യാതൊരു സൂപ്പർവിഷനില്ലാതെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ക്രമക്കേട് നിൽക്കുന്നത് കാരണമാകുന്നു എന്ന് പലതരത്തിലുള്ള CIDG അതുപോലുള്ള വിജിലൻസ് ടീമുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഗവൺമെന്റ് ഇത് വിശദമായി പരിശോധിക്കുകയും ഹോളോഗ്രാം സ്പീക്കറിന്റെ സുരക്ഷയെ അതേപോലെ തന്നെ അതിന്റെ സൂപ്പർവിഷനും എക്സൈസ് വകുപ്പ് നേരിട്ട് നടത്തണം എന്ന് ഗവൺമെന്റ് ഉത്തരവായി വെച്ചിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അഡീഷണൽ എക്സൈസ് കമ്മീഷണർ പ്രശാന്ത് സാർ ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്, എത്തരത്തിലാണ് ഇത് അവിടെ കൈകാര്യം ചെയ്യുന്നത് വളരെ വിശദമായ റിപ്പോർട്ട് ഗവൺമെന്റിൽ കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് ഇത് പരിശോധിച്ചു വരികയാണ്. ഇവിടെ കൂടുതൽ എക്സൈസ് സൂപ്പർവിഷന് വേണ്ടി ഏകദേശം 60ഓളം എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ തസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള പ്രപ്പോസൽ ഗവൺമെന്റിൽ പരിഗണിക്കും. ഇതും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 2-3 മാസത്തിനകം ഇത്തരത്തിലുള്ള ക്രമീകരണമുണ്ടാവും. പുതിയ തസ്തികൾ സൃഷ്ടിക്കപ്പെടും. അതിനുവേണ്ടിയുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. അതുപോലെ ചെക്ക് പോസ്റ്റുകൾ ക്രമീകരണം, ചെക്ക് പോസ്റ്റുകൾ അതുപോലെ മാതൃകാ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് അതുപോലെ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ചെക്ക് പോസ്റ്റ് സംവിധാനം പരമാവധി സുതാര്യമാക്കുകയും അതേപോലെ കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നതിനുള്ള നടപടികൾ നടന്നുവരിക. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരികയാണ്. പല ചെക്ക് പോസ്റ്റുകൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവിടെ CCTV സംവിധാനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് സുതാര്യമായ ക്രമീകരണങ്ങളാണ് ഈ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള നടപടികൾ നടന്നുവരികയാണ്. നിങ്ങൾക്കറിയാം സുഹൃത്തുക്കളെ, നമ്മുടെ ഈ കേരളത്തിൽ നിരവധി ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവിടെ RFD എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഈ അതിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന RFD, റിസൾട്ട് ഫ്രെയിംവർക്ക് ഡോക്യുമെന്റ് എന്നാണ് പറയുന്നത്. അതിൽ എക്സൈസ് വകുപ്പ് 4ാം സ്ഥാനം നേടിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത നിങ്ങൾക്കറിയാവുന്നതാണ്. ഇത്തരത്തിൽ എക്സൈസ് വകുപ്പിന് 4ാം സ്ഥാനം ലഭിച്ചത് ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ജോലികൾ കൃത്യമായി ചെയ്യുകയും അതുപോലെ അത്തരത്തിൽ അതിനൊരു സൂപ്പർവിഷൻ നടത്തുകയും ചെയ്തതുകൊണ്ടാണ്. നമുക്ക് 1ാം സ്ഥാനം കിട്ടേണ്ടതായിരുന്നു. കൊമേഴ്സ്യൽ ടാക്സിന് 1ാം സ്ഥാനം കിട്ടിയത്. പക്ഷേ ചെറിയ ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ നമുക്ക് 4ാം സ്ഥാനമായി. കേരളത്തിലെ ഏറ്റവും മികച്ച ഡിപ്പാർട്ട്മെന്റുകളൊന്നായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തിരഞ്ഞെടുത്തു എന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ സേവനാവകാശ നിയമം, കേരളത്തിൽ സേവനാവകാശ നിയമം പ്രസിദ്ധീകരിച്ച ആദ്യ ഡിപ്പാർട്ട്മെന്റ് ഒന്നാണ് എക്സൈസ് വകുപ്പ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞതാണ്, കേരളത്തിൽ സേവനാവകാശ നിയമം ഒരു സേവനം നൽകുന്നത് എത്ര സമയപരിധിക്കുള്ളിൽ നൽകും എന്ന് പ്രഖ്യാപിച്ച ഡിപ്പാർട്ട്മെന്റ്, നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്ത ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ മിനിസ്റ്റീരിയൽ സംവിധാനങ്ങളില്ല, മിനിസ്റ്റീരിയൽ സംവിധാനത്തിന്റെ ആവശ്യമില്ല. ഇവിടെ ധർമ്മനിരതരായ സേനാംഗങ്ങളാണ് ഇവിടുത്തെ മിനിസ്റ്റീരിയൽ വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് RFD 4ാം സ്ഥാനം വന്നത്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഏത് തരത്തിൽ പിന്നോക്കം പോയിട്ടില്ല. യൂണിഫോമിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിലും മിനിസ്റ്റീരിയൽ വിഭാഗവും കൈകാര്യം ചെയ്യാനുള്ള പ്രാഗൽഭ്യമുള്ള ഉദ്യോഗസ്ഥന്മാരാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. കഴിഞ്ഞ ഈ 2 വർഷക്കാലം എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളിലായാലും ശരി, മിനിസ്റ്റീരിയൽ ജോലിയിലായാലും ശരി, ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അഭിമാനത്തോടെ പറയാം, കളങ്കിതരല്ലാതെ അഭിമാനത്തോടെ ജോലി ചെയ്ത ഒരു വകുപ്പാണ് ഈ വകുപ്പ്. പണ്ട് സമരം നടന്ന കാലത്ത് പോലും യൂണിഫോം ഇട്ടായി ഈ സേനാംഗങ്ങൾ പല വകുപ്പുകളുടെ ജോലികൾ ഏറ്റുവാങ്ങി ചെയ്തിട്ടുള്ള ഒരു വകുപ്പാണ്. ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യുന്ന ഒരു വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ് എക്സൈസ് വകുപ്പ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ മറ്റ് സീനിയർ ഓഫീസേഴ്സ് അത് എൻഡോഴ്സ് ചെയ്തിട്ടുള്ളതാണ്. സീനിയർ ഓഫീസേഴ്സ് ഓൾ ഇന്ത്യ സർവീസിൽ നിന്ന് വന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്ത പ്രഗത്ഭന്മാരായ ഉദ്യോഗസ്ഥന്മാർ ഈ എക്സൈസ് വകുപ്പിനെ പൊടുത്തിയിട്ടുള്ളതാണ്. ഫയൽ വർക്ക് ചെയ്യുന്നതിലും അതുപോലെ ഇന്റഗ്രിറ്റി സൂക്ഷിക്കുന്നതിലും ഇന്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കുന്നതിലും ഈ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നോട്ട് പോയിട്ടില്ല. ഞാനത് ഓർക്കുകയാണ്. നമുക്ക് പല ആവശ്യങ്ങളുണ്ട് സാർ. നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ കുറച്ച് നാളുകളായി അലട്ടുന്ന വിഷയങ്ങളുണ്ട്. സാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പോലീസ് വകുപ്പിനോട് നിങ്ങൾ എക്സൈസ് വകുപ്പിനെ താരതമ്യം ചെയ്യേണ്ട എന്ന് പലപ്പോഴും. പോലീസ് വകുപ്പിനോട് താരതമ്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും എനിക്ക് സാറിനോട് പറയാനുള്ളത്, സാർ പോലീസ് വകുപ്പിനോടൊപ്പം തന്നെ താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് സാർ ഇത്. ഞങ്ങളും 24 മണിക്കൂറും ജോലി ചെയ്യുന്നവരാണ് സാർ. യൂണിഫോമിട്ട് ജോലി ചെയ്യുന്നവരാണ്. ഞാനിവിടെ പറയുന്നത് എക്സൈസ് ഇൻസ്പെക്ടർമാർ,
അതുപോലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എന്നീ 2 തസ്തികകളിൽ ഞങ്ങൾക്ക് സബ് ഇൻസ്പെക്ടറുടെയോ ASIയുടെയോ ശമ്പളം തരുന്നില്ല, അനുവദിച്ചില്ല. ഇത് ഞങ്ങൾ അദ്ദേഹത്തിന്റെ പരാതിയായി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ട്രിബ്യൂണലിൽ നിന്ന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരു അനുഭാവപൂർവമായ ഒരു സമീപനം ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പോലീസ് സേനയ്ക്ക് ക്യാന്റീൻ സംവിധാനങ്ങൾ അതിന്റെ ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. പോലീസ് സേന ആ സംവിധാനങ്ങൾ എക്സൈസ് വകുപ്പിന് കൂടി ക്യാന്റീൻ സംവിധാനങ്ങൾ കൊടുക്കണമെന്നാണ്, അതിനോട് അനുവദിക്കണമെന്നാണ് മറ്റൊരു അപേക്ഷ. ഇതെല്ലാം അദ്ദേഹം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നും മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ശ്രീ സലിം സാറിന്റെ പുസ്തകത്തിന്റെ പ്രകാശനം. ആ സലിം സാറിന്റെ പുസ്തകമായ ശേഖരിച്ച എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഇവിടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ബഹുമാനരായ മേയർ ശ്രീ കുഞ്ഞമണി, ശ്രീ ഡൊമിനിക് കുസ്ലസ് MLA, ശ്രീ ടി സജീന്ദ്രൻ MLA, ശ്രീ കമ്മീഷണർ ശ്രീ ആസിഫ് അലി, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, അഡീഷണൽ എക്സൈസ് കമ്മീഷണർമാരായ ശ്രീ പ്രശാന്ത്, ശ്രീ രാധാകൃഷ്ണൻ, എക്സൈസ് സ്റ്റാഫ് അസോസിയേഷന്റെ ഭാരവാഹികളായ ശ്രീ KR അജയ്, ശ്രീ ശ്രീകുമാരൻ, NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ശ്രീ മുരളി, എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് അലി, മറ്റ് എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളെ, ഉദ്യോഗസ്ഥരെ, സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, ഞാൻ അല്പം വൈകിയാണ് വന്നത്, ക്ഷമിക്കണം. കേരളത്തിലെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനത്തിൽ കഴിഞ്ഞ 2 വർഷക്കാലം വലിയ ആശങ്കകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച ഞങ്ങളോട് ഓരോരുത്തരോടും ഞാൻ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ നന്ദി അറിയിക്കുകയാണ്. ഇനിയും എക്സൈസ് വകുപ്പിൽ കൂടുതൽ സൽപ്പേര് നേടിയെടുക്കാൻ, ചീത്തപ്പേര് മാറ്റി കുറെ കൂടി സൽപ്പേര് നേടിയെടുക്കാൻ നിങ്ങൾ കുറച്ചുകൂടി നന്നായി പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. എത്ര നന്നായി പ്രവർത്തിച്ചാലും ധാരാളം ആക്ഷേപങ്ങളുള്ള ഒരു വകുപ്പാണ് എക്സൈസ് വകുപ്പ്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ബോധപൂർവ്വം ശ്രദ്ധിച്ചാലാണ് ഈ പരമ്പരാഗതമായി ുള്ള ചീത്തപ്പേര് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാം. എക്സൈസ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എക്സൈസ് വകുപ്പിന് കുറെ കാര്യങ്ങൾ ഈ കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എക്സൈസ് വകുപ്പിന്റെ ഏത് പ്രശ്നങ്ങളിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അതുപോലെ ധനകാര്യമന്ത്രിയെല്ലാം കുറെ കൂടി അനുഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എക്സൈസ് വകുപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് വരെ എക്സൈസ് വകുപ്പിന് പ്ലാൻ ഫണ്ടില്ല. അസമിലേക്ക് അറിഞ്ഞൂടാ, പ്ലാൻ ഫണ്ടില്ലാത്ത ഒരു വകുപ്പായിരുന്നു എക്സൈസ് വകുപ്പ്. പക്ഷെ ഗവൺമെന്റ് വന്ന ആദ്യത്തെ വർഷം 1,17,00,000 രൂപ പ്ലാൻ ഫണ്ട് കിട്ടി. ഈ സാമ്പത്തിക വർഷം രണ്ടാമത്തെ സാമ്പത്തിക വർഷം 1,90,00,000 രൂപ പ്ലാൻ ഫണ്ട് കിട്ടി. അങ്ങനെ ആദ്യമായി പ്ലാൻ ഫണ്ട് കിട്ടിയത് ഈ ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് എന്ന് പറയാൻ കഴിയില്ല. അത് ഞാനിപ്പോ പറയുമ്പോ ഈ വകുപ്പ് എത്രത്തോളം അവഗണിക്കപ്പെട്ട വകുപ്പാണ് ആയിരുന്നു എന്നുള്ളത് ഊഹിക്കാവുന്നതാണ്. ഈ വകുപ്പിന്
സ്വന്തമായ കെട്ടിടങ്ങളില്ല, ഉള്ള കെട്ടിടങ്ങൾ ജീർണിച്ചതാണ്, പല കെട്ടിടങ്ങളും വാടക കെട്ടിടത്തിലാണ്, ഉദ്യോഗസ്ഥന്മാരുടെ തസ്തിക വളരെ കുറവാണ്. ഇതെല്ലാം ഇതിന്റെ പ്രശ്നങ്ങളാണ്. എന്നാൽ സംസ്ഥാന ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ പണം ഖജനാവിലെത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ് എക്സൈസ് വകുപ്പ്. ആ നിലയിലുള്ള ഒരു പരിഗണന എക്സൈസ് വകുപ്പിന് മുൻകാലങ്ങളിൽ ലഭിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഒരു ജോയിന്റ് എക്സൈസ് കമ്മീഷണറുടെ തസ്തിക സൃഷ്ടിച്ച് ബോധവൽക്കരണ പ്രവർത്തനം കൂടുതൽ വ്യാപകമായി കൂടുതൽ സജീവമായി നടത്തുകയാണ്. 1000-ഓളം ലൈംഗിക ക്ലബ്ബുകൾ സ്കൂളുകളിൽ രൂപീകരിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, കോളേജുകളിൽ നാഷണൽ സർവീസ് സ്കീം, അതുപോലെ കുടുംബശ്രീ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അവരുടെ പ്രോജക്റ്റുകൾ അംഗീകരിച്ച് ഇപ്പൊ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഈ വർഷം എല്ലാ കോളേജുകളിലും ലഹരിവിരുദ്ധ ക്ലബ്ബുകൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സ്കൂളുകളിൽ രൂപീകരിച്ച ക്ലബ്ബുകൾക്കെല്ലാം കഴിഞ്ഞ വർഷം അവരുടെ പ്രവർത്തനത്തിന് വേണ്ടി ചെറിയ തുകയാണെങ്കിലും 500 രൂപ വീതം കൊടുത്തു. ഈ വർഷം കോളേജുകളിൽ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. കോളേജുകളിൽ 1000 രൂപ മിനിമം, അത് വലിയ തുകയായിട്ടല്ല, എന്നാൽ അവരുടെ ഒരു സഹകരണം നേടുന്നവർക്ക് പ്രോത്സാഹനം തോന്നി 1000 രൂപ വീതം കോളേജുകളിൽ രൂപീകരിക്കുന്ന ലഹരിവിരുദ്ധ ക്ലബ്ബുകൾക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഗവൺമെന്റ് വരുന്ന സമയത്ത് ഈ ബോധവൽക്കരണ പ്രവർത്തനത്തിന്റെ റിസൾട്ട് ഒന്നും ഉണ്ടായില്ല എന്ന് ആരും ധരിക്കരുത്. ഇപ്പൊ ഈ ഗവൺമെന്റ് വരുമ്പോൾ 2010-11 മദ്യത്തിന്റെ വിൽപ്പനയുടെ വർധനവിന്റെ തോത് 16%. 11-12 അത് 15% കുറഞ്ഞു. 12-13 1%. ഇപ്പോ 2013-14 മെയ് വരെയുള്ള കണക്കനുസരിച്ച് 1% കുറവ് ഇപ്പോ ഉണ്ടായിട്ടുണ്ട്. വിൽപ്പനയിൽ 1% കുറവ് മെയ് വരെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു നെഗറ്റീവ് ഗ്രോത്ത് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ബോധവൽക്കരണ പ്രവർത്തനത്തിന് വേണ്ടി എല്ലാ ജില്ലയിലും ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ തസ്തികയും സൃഷ്ടിക്കണം എന്ന് ഗവൺമെന്റ് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഗവൺമെന്റിന് കമ്മീഷൻ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 സോണിലായി 3 അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ തസ്തിക ഉദ്ദേശിക്കുന്നത് ഡെപ്യൂട്ടി കമ്മീഷണറാണ്. പക്ഷെ എന്തായാലും ഒരു 3 സോണിലും ഓരോ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ തസ്തികയും വേണം എന്നുള്ള ഒരു നിലയിൽ ഡിപ്പാർട്ട്മെന്റ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ധനകാര്യ വകുപ്പിന്റെ പരിഗണനയ്ക്ക് ശേഷം ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. ഇവിടെ അടുത്ത കാലത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോയത് നീരയുടെ കാര്യത്തിലാണ്. നീര എത്താൻ അനുവാദം കാര്യം കേരളത്തിൽ കഴിഞ്ഞ അനവധി ഗവൺമെന്റുകളുടെ സമയത്ത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഒരു തീരുമാനത്തിലെത്താൻ സാധിച്ചിട്ടില്ല. അതിനുവേണ്ടി അഡീഷണൽ എക്സൈസ് കമ്മീഷനോടൊരു റിപ്പോർട്ട് ചോദിച്ചു. ശ്രീ രാധാകൃഷ്ണൻ നല്ല റിപ്പോർട്ട് തന്നിട്ടുണ്ട്. 36 റേഞ്ച് വേണമെന്നാണ്. ഏതായാലും 36 റേഞ്ച് പ്രായം അല്ലെങ്കിലും റേഞ്ചുകളുടെ പുനഃസംഘടന വേണം എന്നുള്ള നിലപാടാണ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. അതനുസരിച്ച് പുനഃസംഘടനയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമം വളരെ നടത്തുന്നതാണ്. അതുപോലെ ചെക്ക് പോസ്റ്റുകൾ, നമ്മുടെ ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് ഭാഗമായി വലിയ ചെക്ക് പോസ്റ്റില് സ്കാനർ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പരിശോധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്കാനറുകൾ സ്ഥാപിക്കാത്തവർക്ക് റിപ്പോർട്ട് കാര്യമല്ല. ഒരു സ്കാനറിന് 80 കോടി രൂപ വേണ്ടി വരും. അപ്പൊ 36 ചെക്ക് പോസ്റ്റുകളുണ്ട്. അപ്പൊ അത് എളുപ്പമുള്ള അസാപെടുന്ന എളുപ്പമുള്ള കാര്യമല്ല. എന്നാലും പ്രധാന ചെക്ക് പോസ്റ്റുകളിൽ സ്കാനർ സ്ഥാപിക്കുകയും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി മാത്രമല്ല, അത് ട്രാൻസ്പോർട്ട്, അതുപോലെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, സ്റ്റേറ്റ് ടാക്സ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും സ്കാനർ സ്ഥാപിക്കാനും ചെറിയ എക്സൈസ് ചെക്ക് പോസ്റ്റുകളിലെല്ലാം CCTV സംവിധാനം ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അതിന് അഡീഷണൽ എക്സൈസ് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരണം നടപ്പാക്കുന്നതിന് വേണ്ടി ഉള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അങ്ങനെ അതിന്റെ ഭാഗമായി 2015 ആകുമ്പോഴേക്കും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിക്കുകയും ഇപ്പൊ ആരംഭിച്ചിട്ടുള്ള ഈ പേയ്മെന്റ് ഇപ്പോൾ നമുക്ക് ആരംഭിക്കാൻ സാധിച്ചു കഴിഞ്ഞ വർഷം. അതുപോലെ ഈ ഫൈൻ ഉൾപ്പെടെ പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരണ ഈ ഡിപ്പാർട്ട്മെന്റ് നടപ്പാക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. അഡീഷണൽ എക്സൈസ് കമ്മീഷണറെ ഈ കാര്യം ഇതിനുവേണ്ടി ശ്രീ പ്രസാദിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ ഗവേണൻസ് പ്രാവർത്തികമാക്കുക എന്നുള്ള ലക്ഷ്യം വേഗത്തിൽ
2015 ജനുവരിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്നുള്ള ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് നീങ്ങുകയാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ഒരു സൽപ്പേര് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നേടിത്തരുന്നതിനും എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും എക്സൈസിലെ ജീവനക്കാരും വളരെ ഏറെ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ സുരേഷ് ബാബു തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. നിലവിലുണ്ടായിരുന്ന നിയമമനുസരിച്ച് നിങ്ങൾക്ക് സുരേഷ് അതുപോലെ മയക്കുമരുന്ന് റെയ്ഡ് നടത്തിയാൽ നിങ്ങൾക്ക് പ്രയോജനകരമല്ലായിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ഒരുപാട് തടസ്സങ്ങളുണ്ടായി. ആ തടസ്സങ്ങൾ ഗവൺമെന്റ് വന്നതിന് ശേഷം പരിശോധിച്ച് പ്രായോഗികമായ മാറ്റങ്ങൾ വരുത്തി. എനിക്ക് തോന്നുന്നു എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്കും ജീവനക്കാർക്കുമുള്ള ഒരുപാട് ഏതായാലും അടുത്ത മാസം തന്നെ കിട്ടിത്തുടങ്ങും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ റിവാർഡ് കിട്ടുമ്പോ അത് നിങ്ങൾ ജോലി ചെയ്യുന്നതിന് 25% റിവാർഡ് കിട്ടുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ റിവാർഡ് കിട്ടാനുള്ള പരിശ്രമം നടത്താൻ നല്ലത് മറ്റേ പരിപാടികൾ അവസാനിപ്പിച്ച നല്ല കാര്യമായിരിക്കും. കാരണം ആരോഗ്യത്തിന് കഴിഞ്ഞിട്ടാണ് നിയമപ്രകാരമായി നിങ്ങൾക്ക് 25% റിവാർഡ് കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കുറച്ചുകൂടി അന്തസ്സായിട്ട് റിവാർഡ് വാങ്ങി 25% വാങ്ങിയെടുക്കാനുള്ള ഒരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് വലിയൊരു മാറ്റം സൃഷ്ടിക്കും. ഗവൺമെന്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ ഗവൺമെന്റിന് ഒരുപാട് പരിമിതികളുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്. ആ പരിമിതികൾ നിന്നുകൊണ്ട് ജീവനക്കാരെ പരമാവധി സഹായിക്കാൻ മന്ത്രിമാർ നിലയിൽ ഞാൻ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇവിടെ അപ്പൊ മുഹമ്മദാലികളുണ്ട് എക്സൈസിലെ ജീവനക്കാരുടെ പെരുമാറ്റം. അവരുടെ ഇപ്പൊ അവര് സിവിൽ എക്സൈസ് ഓഫീസറാണ്. ഗാർഡറുടെ പേര് പോയി. അതുപോലെ അവർക്ക് അവരുടെ പ്രൊമോഷൻ ഗ്രേഡ് പ്രൊമോഷൻ അനുവദിച്ചു കൊടുത്തു. 22 കൊല്ലം കഴിഞ്ഞ ആളുകൾക്ക് അല്ലേ ഗ്രേഡ് പ്രൊമോഷൻ കൊടുത്തു. അതുപോലെ തന്നെ അവരുടെ ഡ്രൈവർമാരുടെ തസ്തിക ഡ്രൈവർമാരുടെ ക്വാളിഫിക്കേഷൻ 7ാം ക്ലാസ്സിലായിരുന്നു. അതുകൊണ്ട് പോലീസ് ഡ്രൈവർക്ക് തത്തുല്യമായ ശമ്പളമൊന്നും കിട്ടില്ല. ആ കാര്യം ഇപ്പോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സജീവമായി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് പരിഗണനയിലാണ്. ഏതായാലും അടുത്ത ശമ്പള പരിഷ്കരണം മുതൽ പോലീസ് ഡ്രൈവർക്ക് തത്തുല്യമായ ശമ്പളം എക്സൈസിലെ ഡ്രൈവർമാർക്കും ലഭിക്കും. കാരണം അവരുടെ ക്വാളിഫിക്കേഷൻ SSC ആയിട്ട് ഉയർത്തി ഗവൺമെന്റ് ഓർഗനൈസേഷൻ ചെയ്തതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അതായത് നിങ്ങൾക്കും അവർക്കും ലഭിക്കത്തക്ക വിധത്തിൽ ഓഫ് ഡ്യൂട്ടി അലവൻസ് പോലീസിലുള്ളതുപോലെ നടപ്പാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും ഇനിയും നിങ്ങൾക്കുള്ള പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചു എന്നതിനുള്ള ധാരണ എനിക്കില്ല. അത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉറപ്പുകൊണ്ടല്ല, ഇവിടെ മറ്റു പല വകുപ്പുകളും ധനകാര്യ വകുപ്പ് ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ പരിഗണന വേണ്ട കാര്യങ്ങളാണ്. ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടി സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം നിങ്ങളെല്ലാവരും അനുവാദത്തോടും ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വിനീതമായ നമസ്കാരം. ജയ് ഹിന്ദ്. ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ പി സലീം രചിച്ച എക്സൈസ് എൻഫോഴ്സ്മെന്റ് മാനുവൽ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ബഹുമാന്യനായ മന്ത്രി ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ആൻഡ് ചീഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീ ടി ആസഫ് അലിക്ക് പുസ്തകം കൈമാറി ഇപ്പോൾ നിർവഹിക്കുന്നതാണ്. ജീവനക്കാർക്ക് ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിനുള്ള ഒരു മാർഗരേഖയാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് മാനുവൽ. കേരളത്തിലെ എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷനാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. A.S. രഞ്ജിത്ത് സർക്കിൾ ഇൻസ്പെക്ടർ എക്സൈസ്, G. ഹരികൃഷ്ണപിള്ള സർക്കിൾ ഇൻസ്പെക്ടർ എക്സൈസ്, S. മോഹനൻ നായർ എക്സൈസ് ഇൻസ്പെക്ടർ, A.J. ഷാജി എക്സൈസ് ഇൻസ്പെക്ടർ, I. നൗഷാദ് എക്സൈസ് ഇൻസ്പെക്ടർ, ശ്രീ ഗോവിന്ദ നായർ റിട്ടയർഡ് സർക്കിൾ ഇൻസ്പെക്ടർ എക്സൈസ്. മാർച്ച് 31 സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം തന്റെ സമയം മുഴുവൻ നിലവിളിച്ച് ഇത്തരത്തിൽ ഒരു പുസ്തകരചനയ്ക്ക്
സമയം ഉപയോഗിച്ച ബഹുമാന്യനായ ജോയിന്റ് എക്സൈസ് കമ്മീഷണറായി വിരമിച്ച ശ്രീ പി സലീം സാറിനെ ബഹുമാന്യനായ മന്ത്രി പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. കേരള ചരിത്ര ഗവേഷണ കൌൺസിൽ അവാർഡ് നൽകിയ റാവുത്തർമാരുടെ 300 വർഷം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കൂടിയാണ് ഇദ്ദേഹം. സമ്മേളനത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിന് ബഹുമാന്യനായ MLA ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ അവരുടെ ക്ഷണിക്കുന്നു. ബഹുമാനായ ശ്രീ സുരേഷ് ബാബു, രാജ്യസഭാ പ്രോസിക്യൂഷൻ ശ്രീ അസഫ് അലി, എക്സൈസ് കമ്മീഷണർ ശ്രീ എക്സ് അനിൽ, അഡീഷണൽ കമ്മീഷണർ ശ്രീ എൻ ഷാ, ഈ സംഘടനയുടെ മറ്റ് ഭാരവാഹികളുടെ സഹോദരന്മാരുടെ സുഹൃത്തുക്കളും 25 വർഷം മുമ്പുള്ള IB ശശിയുടെ സിനിമ കണ്ട കോൺട്രാക്ട് കൊടുക്കുന്ന നീക്കമായി 6-7 ഗുണ്ടകൾക്ക് സാക്ഷ്യവസ്ത്രം കൊടുത്ത് അവരുടെ കൂടെ 2 ഉദ്യോഗസ്ഥന്മാരോട് പോയി കള്ളമാറ്റുകാരനെ തകർക്കുന്ന ഒരു ചിത്രമായിരുന്നു എക്സൈസുകാരുടെ ചിത്രമുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ പുതിയ മാറ്റത്തിലേക്ക് എക്സൈസ് വകുപ്പ് നടക്കുന്നത്. നിങ്ങളുടെ പത്രികയുടെ പേര് മാറ്റി കൂടുതൽ പ്രാധാന്യം ബോധവൽക്കരണത്തിനും മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൂടെ ഈ ഡിപ്പാർട്ട്മെന്റിന് ബാധ്യതയുള്ള ജോലിയുണ്ട് എന്ന തരത്തിൽ ഈ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ 2 വർഷമായി ശ്രീ ബാബുവിന്റെ നേതൃത്വത്തിൽ വളരെ ഫലപ്രദമായി മദ്യവിരുദ്ധ അല്ലെങ്കിൽ മദ്യവർദ്ധനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. കമ്മീഷൻ പറഞ്ഞത് ഇപ്പോൾ കൺസംഷൻ കുറഞ്ഞൊന്നാണ്, ജനങ്ങളെ കുറഞ്ഞൊന്നാണ്. ഏതായാലും മദ്യമില്ലാത്ത അല്ലെങ്കിൽ മദ്യം കുറച്ചു മാത്രം കഴിക്കുന്ന അല്ലെങ്കിൽ മദ്യം എങ്ങനെ കഴിക്കാം അന്തസ്സോടെ മദ്യം കഴിക്കുന്ന ഒരു ജനതയാക്കി നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന എല്ലാ ശ്രമങ്ങളും വിജയിക്കട്ടെ എന്നാണ് എന്റെ അഭ്യർത്ഥന.